ആർക്കൊക്കെയാണ് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് ഒത്തിരി എൻക്വയറീസ് വരാറുണ്ട്. നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടേ അല്ല, പക്ഷേ നഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസിന്റെ ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് ആപ്ര അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കും. നഴ്സസ് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, നാട്ടിലോ GCC കൺട്രിയിലോ ഓസ്കി അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഫ്ലെക്സാർ എന്ന് പറയുന്നത് ഒരു തിയറി ബേസ്ഡ് എക്സാം ആണ്. ഏകദേശം 160 to 180 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക. ഇംഗ്ലീഷ് ടെസ്റ്റ് ആദ്യം തന്നെ എടുത്തു വെക്കേണ്ടതില്ല. ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ് ചെയ്യാനായിട്ട് ഫ്രഷേഴ്സ് എലിജിബിൾ ആണോ? ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷനെ കുറിച്ചിട്ടാണ്. ഓൾറെഡി ഡസ്മ ഇന്റർനാഷണൽ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ 2025 സ്റ്റാർട്ടിങ്ങോട് കൂടി ഒത്തിരി അപ്ഡേറ്റ്സ് ആണ് നഴ്സിംഗ് രജിസ്ട്രേഷനിൽ വന്നിരിക്കുന്നത്. എക്സ്പീരിയൻസ് കുറച്ചു, അതുപോലെ തന്നെ ലാംഗ്വേജ് റിക്വയർമെൻറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. സോ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിലും പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ആപ്ര രജിസ്ട്രേഷൻ എന്നാണ് അതിനെ പറയുക. ആപ്ര രജിസ്ട്രേഷൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നൊരു ലൈസൻസ് പ്രോസസ്സ്, അതാണ് ആപ്ര രജിസ്ട്രേഷൻ. ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേറ്ററി ഏജൻസിയാണ് നഴ്സസിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നഴ്സസിൻ്റെ പ്രൊഫൈൽ മാത്രമാണ് ആപ്ര ഹാൻഡിൽ ചെയ്യുന്നതെന്ന്. അങ്ങനെയല്ല, ഓസ്ട്രേലിയയിൽ മെഡിക്കൽ ഫീൽഡിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ആപ്രയാണ്. കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഡെൻറ്റൽ രജിസ്ട്രേഷൻ, ഒപ്റ്റോമെട്രിസ്റ്റ്, ഫിസിയോതെറാപ്പി, ഫാർമസിസ്റ്റ്, അങ്ങനെ ഒത്തിരി രജിസ്ട്രേഷൻസ് വരുന്നുണ്ട് ആപ്രയുടെ അണ്ടറിൽ. അതിൽ ഒരെണ്ണം മാത്രമാണ് നഴ്സിംഗ്. നഴ്സിംഗ് ബോർഡ് എന്ന് പറയുമ്പോഴേക്കും NMBA, നഴ്സസ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് ഓസ്ട്രേലിയ, ആൻഡ് നഴ്സസിൻ്റെ കൗൺസിൽ എന്ന് പറയുമ്പോൾ ANMAC. സോ ഇത്തരം ടേംസ് ആണ് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ആദ്യം തന്നെ ആർക്കൊക്കെയാണ് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് ഒത്തിരി എൻക്വയറീസ് വരാറുണ്ട്. നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടേ അല്ല, പക്ഷേ നഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. സോ അതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുമ്പോൾ ബിഗ് നോ ആണ്. കാരണം നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആർക്കും ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇന്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസിൻ്റെ ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് ആപ്ര അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. BSc കംപ്ലീറ്റ് ചെയ്ത നഴ്സസ്, MSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തവർ, പോസ്റ്റ് BSc കംപ്ലീറ്റ് ചെയ്തവർ, GCN, GDN, GCAN കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർ, ഇവരൊക്കെ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. ഇനി എങ്ങനെയാണ് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കുന്നതെന്ന് നോക്കാം. ഇതിൽ 3 സ്റ്റെപ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് NCLEX-R-നാണ്. എല്ലാവർക്കും അറിയാം, NCLEX-R എന്ന് പറയുന്ന എക്സാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഓസ്ട്രേലിയയിലെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നത്. നാഷണൽ കൗൺസിൽ ഫോർ ലൈസൻഷ്യർ എക്സാമിനേഷൻ ഫോർ രജിസ്റ്റേർഡ് നഴ്സസ്, ഇതാണ് NCLEX-R-ൻ്റെ എക്സ്പാൻഷൻ വരുന്നത്. ഓസ്ട്രേലിയ മാത്രമല്ല, US, കാനഡ തുടങ്ങിയ കൺട്രീസ് ഈ ഒരു എക്സാം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അവിടെയും NCLEX-R എക്സാം തന്നെയാണ് ഉള്ളത്. സോ ഓസ്ട്രേലിയ ഈ ഒരു എക്സാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് US-ലും കാനഡയിലും ഈ ഒരു എക്സാംസ് ഉണ്ടായിരുന്നു. NCLEX-R എന്ന് പറയുന്നത് ഒരു തിയറി ബേസ്ഡ് എക്സാം ആണ്. ഏകദേശം 160 to 180 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഒരു കോച്ചിങ് എടുത്തു കഴിഞ്ഞാൽ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എക്സാം കോച്ചിങ് എടുക്കാതെയും NCLEX-R പാസ്സായ കാൻഡിഡേറ്റ്സ് നമുക്കുണ്ട്. സോ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് NCLEX-R. ഇപ്പോൾ സാധാരണയായി നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാൻഡിഡേറ്റ് വന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. കാരണം NCLEX എക്സാം എഴുതണമെങ്കിൽ ഓസ്ട്രേലിയയുടെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ആ ഒരു പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് NCLEX എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ എക്സാം MCQ ടൈപ്പ് ആണെന്ന് പറഞ്ഞല്ലോ, ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ്. പക്ഷേ ഇതിന് കുറച്ച് ഓതറൈസ്ഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ തന്നെ കുറേ സെൻറ്റേഴ്സ് പല സ്റ്റേറ്റിലായി NCLEX-R അവൈലബിൾ ആണ്. PRSNVUൻ്റെ എക്സാം സെൻറ്ററിലാണ് NCLEX എക്സാം നടക്കുന്നത്. കാൻഡിഡേറ്റിന് എവിടെയാണോ എക്സാം എഴുതണ്ടേ ആ ഒരു പ്ലേസിൽ PRSNVUൻ്റെ സെൻറ്റർ ഉണ്ട്. എക്സാം സെൻറ്റർ ഉണ്ടെങ്കിൽ അവിടുന്ന് തന്നെ ഡേറ്റ് എടുത്ത് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 1 ഡേ വരുന്ന ഒരു എക്സാമാണ് NCLEX-R.
അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 2 വീക്സ് ഒക്കെയാണ് റിസൾട്ട് വരാനായിട്ട് ടൈം എടുക്കുക. ചില ടൈം 1 മന്ത് വരെ എടുക്കാറുണ്ട്. NCLEX-RN കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് സെക്കൻഡ് പാർട്ടായ OSCE എന്ന് പറയുന്ന എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. OSCE എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ എക്സാം ആണ്. ഒബ്ജക്റ്റീവ് സ്ട്രക്ചർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ. ഇതിന് 2 സെൻറ്റേഴ്സ് ആണുള്ളത്. ഓസ്ട്രേലിയയിൽ മെൽബണിലും എഡലൈഡിലും. രണ്ടും 2 സ്റ്റേറ്റിലാണ്. സോ വിസിറ്റർ വിസ അപ്ലൈ ചെയ്തിട്ടാണ് OSCE എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഓസ്ട്രേലിയയിൽ പോകുന്നത്. സാധാരണയായി നാസിസ് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, നാട്ടിലോ GCC കൺട്രിയിലോ OSCE അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് പറ്റില്ല എന്നുള്ളത് ക്ലിയർ ആയി കാണും. കാരണം 2 സെൻറ്റേഴ്സേ ഉള്ളൂ. അവിടുന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെയാണ് എക്സാം അറ്റൻഡ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. OSCE ഒരു ദിവസത്തെ എക്സാം ആണ്. പക്ഷേ NCLEX അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു ലാഘവത്തോടു കൂടി OSCE അറ്റൻഡ് ചെയ്യാതെ ഇരിക്കുക. കാരണം ഒരു ഹ്യൂജ് എമൗണ്ട് കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ നിന്ന് സ്പെൻഡ് ആവുന്നത് OSCE എക്സാമിനാണ്. അതുപോലെ തന്നെ അവിടെ പോകുന്ന ഒരു എഫേർട്ടും എല്ലാം വെച്ചിട്ടാണ് OSCEയുടെ എക്സാമിൻ്റെ റിസൾട്ട് വരിക. കോച്ചിങ് എടുത്തിട്ട് മാത്രം OSCE എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കോച്ചിങ് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എക്സാം ഫീസ് തന്നെ അത്യാവശ്യം വലിയൊരു എമൗണ്ട് ആണ്. ഏകദേശം $4,000 ആണ് എക്സാം ഫീസ് വരുന്നത്. എക്സാം ഫീസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. കാരണം അവിടെ പോകാനുള്ള ഒരു കോസ്റ്റും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ പ്രോപ്പർ കോച്ചിങ് എടുത്തിട്ട് മാത്രം OSCE എക്സാം അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാനും നോക്കുക. OSCE വിസിറ്റർ വിസയിലാണ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ. സോ വിസിറ്റർ വിസയുടെ പ്രോസസ്സ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം ഉണ്ട്, കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും വിസിറ്റിംഗ് വിസ ഗ്രാൻഡ് ആവുക. ദെൻ ഗ്രാൻഡ് ആയി കഴിഞ്ഞാൽ OSCE ഓസ്ട്രേലിയയിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു വരാവുന്നതാണ്. കാരണം ഓസ്ട്രേലിയയിൽ സ്റ്റേ ചെയ്തതുകൊണ്ട് കാര്യമില്ല. വിസിറ്റർ വിസയിലാണ് പോയിരിക്കുന്നത്. വർക്കിംഗ് റൈറ്റ് ഇല്ല. 3 മാസത്തിൽ കൂടുതൽ അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് സാധിക്കില്ല. എക്സാം എഴുതിയ ഉടനെ തന്നെ നിങ്ങൾ തിരിച്ചു വരിക. തിരിച്ചു വന്ന് റിസൾട്ട് വരാനായിട്ട് ഏകദേശം ഒരു 2 മന്ത്സ് ആണ് ടൈം എടുക്കുന്നത്. 2 മന്ത്സ് കഴിഞ്ഞ് നമ്മൾ ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന ടൈമിലാണ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ആവശ്യമായിട്ട് വരുന്നത്. ഓസ്ട്രേലിയ റീസെൻ്റ് ആയിട്ട് സ്കോർ കുറച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ. അതായത് നേരത്തെ ഇൻഡിവിജ്വൽ B വേണ്ട ഒരു കേസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് റൈറ്റിംഗ് C+ഉം ബാക്കി 3 മൊഡ്യൂൾസ് B ആക്കിയിട്ടുണ്ട്. 1 ഇയർ ക്ലബിംഗ് ഒക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിക്വയർഡ് സ്കോർ ലാസ്റ്റ് സ്റ്റേജിൽ മാത്രം എഴുതിയാൽ മതി. എന്നിട്ട് നമ്മൾ ഫൈനൽ പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ലൈസൻസിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ആപ്പറ രജിസ്ട്രേഷൻ കിട്ടുക. ഇംഗ്ലീഷ് ടെസ്റ്റ് ആദ്യം തന്നെ എടുത്ത് വെക്കേണ്ടതില്ല. കാരണം ഇതിൻ്റെ വാലിഡിറ്റി 2 ഇയേഴ്സ് ആണ്. അതുകൊണ്ട് ഇൻ ബിറ്റ്വീൻ ഓർ ലാസ്റ്റ് സ്റ്റേജിൽ മാത്രം എല്ലാവരും ലാംഗ്വേജ് ടെസ്റ്റ് എഴുതിയാൽ മതിയാവും. ഓൾറെഡി സ്കോർ എടുത്ത് വെച്ചിരിക്കുന്ന കാൻഡിഡേറ്റ് ആണ് ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അധികം താമസിക്കാതെ തന്നെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. കാരണം ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ വാലിഡിറ്റി കഴിയുന്നതിന് മുമ്പ് ആപ്പറ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ എഴുതിയാൽ മതി എന്ന് പറയുന്നതിൻ്റെ വേറൊരു റീസൺ ആണ് PR. ഓസ്ട്രേലിയൻ PR എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും നഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. PR എടുത്ത് സെറ്റിൽ ആവുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അപ്പോൾ PR ടൈമിൽ സ്കോറിൻ്റെ വാലിഡിറ്റി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ സ്കോർ എടുക്കുകയാണെങ്കിൽ PR സമയത്തും സ്കോർ വാലിഡ് ആയിരിക്കും. രണ്ടാമത് നിങ്ങൾ ഇംഗ്ലീഷ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടി വരില്ല. ഇനി നമ്മൾ സ്കോറിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത്. അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ സാധാരണയായി നഴ്സസ് എഴുതുന്നത് IELTS, OET, PT ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു സ്കോറാണ് എല്ലാവരും പ്രിഫർ ചെയ്യുക. അപ്പം നമുക്ക് OET ആണ് എടുക്കണമെങ്കിൽ റൈറ്റിങ്ങിന് C+ഉം ബാക്കി 3 മൊഡ്യൂൾസിന് B വേണം. ക്ലബിംഗ് അക്സെപ്റ്റ് ചെയ്യും. വിത്തിൻ 1 ഇയറുള്ള ക്ലബിംഗ് ആയിരിക്കണം. എഴുതുമ്പോൾ 4 മൊഡ്യൂൾസും ഒരുമിച്ച് തന്നെ എഴുതുക. സിംഗിൾ മൊഡ്യൂളായിട്ട് എഴുതാൻ പറ്റില്ല. ഓസ്ട്രേലിയ അത് അക്സെപ്റ്റ് ചെയ്യില്ല. മിനിമം സ്കോർ C+ൽ താഴാനും പാടില്ല ക്ലബ് ചെയ്യുമ്പോൾ. അതാണ് OETയുടെ റൂള് വരുന്നത്. അടുത്തത് PT നോക്കുകയാണെങ്കിൽ PT അക്കാഡമിക് ആണ് വേണ്ടത്. റൈറ്റിങ്ങിന് 56ഉം ബാക്കി 3 മൊഡ്യൂൾസിന് 66 ആണ് വേണ്ടത്. ക്ലബ് ചെയ്യുമ്പോൾ മിനിമം സ്കോർ 56ൽ കുറയാൻ പാടില്ല. സിംഗിൾ മൊഡ്യൂളായിട്ട് എഴുതാനും സാധിക്കില്ല. എഴുതുമ്പം 4 മൊഡ്യൂൾസും ഒന്നിച്ച് തന്നെ എഴുതാനായിട്ട് ട്രൈ ചെയ്യുക. അടുത്തതാണ് IELTS അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ റൈറ്റിങ്ങിന് 6.5, ബാക്കി 3 മൊഡ്യൂൾസിന് 7 ആണ് വേണ്ടത്. ക്ലബ് ചെയ്യുമ്പോൾ 4 മൊഡ്യൂൾസും ഒന്നിച്ച് അറ്റൻഡ് ചെയ്യുക. മിനിമം സ്കോർ 6.5ൽ കുറയാനായിട്ട് പാടില്ല. 1 ഇയർ ക്ലബിംഗ് ആണ് ഇതിൻ്റെയും അക്സെപ്റ്റ് ചെയ്യുന്നത്. IELTSൻ്റെത് അക്കാഡമിക് തന്നെയാണ് വേണ്ടത്. ഇനി നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻസ് നോക്കാം. ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഫ്രഷേഴ്സ് എലിജിബിൾ ആണോ? ഫ്രഷേഴ്സ് എലിജിബിൾ ആണ്. BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ കൂടി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കും നമ്മളൊരു 3 months എക്സ്പീരിയൻസ് കൊടുക്കേണ്ടി വരും. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യാനും കയറുക. അപ്പോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസും ആവും. ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. വേറൊരു ഡൗട്ടാണ്, ഒരു 5 ഇയേഴ്സ് അല്ലെങ്കിൽ മോർ ദാൻ 10 ഇയേഴ്സ് ഗ്യാപ്പ് ഉള്ള ഒരു നഴ്സാണ് ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാമോ എന്നുള്ളത്. സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും വർക്കിന് കയറുക. അതിൻ്റെ കൂടെ തന്നെ വർക്കും രജിസ്ട്രേഷൻ പ്രോസസ്സും ഒരുമിച്ച് കൊണ്ടുപോവുക. ലൈസൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. ടോട്ടൽ പ്രോസസ്സിംഗ് ടൈം എത്രയാണെന്നുള്ളത് നോക്കാം. ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 10 months to 1 year ആണ് ടൈം എടുക്കുന്നത്. അത് ഓരോ കാൻഡിഡേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എത്രയും പെട്ടെന്ന് എക്സാം അറ്റൻഡ് ചെയ്യാൻ റെഡിയായ കാൻഡിഡേറ്റ് ആണെങ്കിൽ നമുക്കൊരു 10 മാസത്തിനുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ടോട്ടൽ കോസ്റ്റ് എത്ര വരും എന്നുള്ളത് നോക്കാം. ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 8 to 8.5 lakhs കോസ്റ്റ് വരും. ഈ ഒരു കാര്യം നമ്മൾ കാൻഡിഡേറ്റിനോട് പറയുമ്പോൾ പലർക്കും ഉള്ളൊരു കൺസേൺ ആണ്, ഇത്രയും എമൗണ്ട് പല സ്ഥലങ്ങളിലും പറയുന്നില്ല എന്നുള്ളത്. നമ്മളോട് എൻക്വയറി ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനോട് നമ്മൾ ക്ലിയർ ആയിട്ട് പറയാറുണ്ട് കോസ്റ്റ് ഇത്രേ വരും എന്നുള്ളത്. കാരണം എക്സാം ഫീസ് മാത്രമല്ലല്ലോ, അതിന് ബാക്കിയുള്ള എക്സ്പെൻസസ് ഉണ്ട്. അതായത് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്, എക്സാം ഫീസ് വരുന്നുണ്ട്, കോച്ചിങ് വരുന്നുണ്ട്, ഓസ്കി അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴുള്ള വിസിറ്റിംഗ് വിസയുടെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ അവിടെ പോകുമ്പോൾ അക്കോമഡേഷൻ, കോച്ചിങ്, ഓസ്കിയുടെ ഫേസ് ടു ഫേസ് കോച്ചിങ്, ടിക്കറ്റ് ചാർജസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഏജൻസി സർവീസ് ചാർജ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വരുമ്പോൾ ഏകദേശം 8 to 8.5 lakhs ആണ് കോസ്റ്റ് വരിക. ഓരോ സ്റ്റേജിലാണ് കുറച്ച് എമൗണ്ട് ആയിട്ടാണ് വരുന്നത് പ്രോസസ്സ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒറ്റ സ്ട്രെച്ചിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. ഈ പറഞ്ഞ 8.5 lakhs ഓരോ സ്റ്റേജിൽ കുറച്ചായിട്ടാണ് പേ ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഫണ്ട് മാനേജ് ചെയ്തിട്ട് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഫ്രീക്വൻ്റ്ലി കാൻഡിഡേറ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, NCLEX-RN കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോസസ്സ് ഹോൾഡ് ചെയ്തിട്ട് ഓസ്കി തുടങ്ങാമോ എന്നുള്ളത്. ഓൾറെഡി നമ്മളിതിൻ്റെ ആൻസർ പറഞ്ഞു. NCLEX ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോസസ്സ് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. കാരണം എക്സാമിൻ്റെ വാലിഡിറ്റി 10 years ആണ്. NCLEX പാസ്സായി കഴിഞ്ഞിട്ട് എന്തായാലും നിങ്ങൾ 10 years വെയിറ്റ് ചെയ്യില്ലല്ലോ. ഒരു 1 year ഒക്കെ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഓസ്കിയുടെ പ്രോസസ്സ് റീസ്റ്റാർട്ട് ചെയ്താലും മതിയാവും. ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഏത് ടൈമിലാണ് ഏജൻസിനെ കോൺടാക്റ്റ് ചെയ്യേണ്ടി വരുന്നതെന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ, അതായത് പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏജൻസിനെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ആ ഒരു സ്റ്റേജ് മുതലാണ് ചെയ്യുന്നത്. അതല്ലാതെ ഇപ്പോൾ ഇടയ്ക്ക് വെച്ചൊരു ആപ്ലിക്കേഷൻ വരികയാണെങ്കിൽ അങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാറില്ല. ഫസ്റ്റ് സ്റ്റേജിൽ മുതൽ തന്നെയാണ് ഡസ്മ ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റിൻ്റെ പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, NCLEX-RN എക്സാം അറ്റൻഡ് ചെയ്യുന്നത് ഒരു 4 മാസം കഴിഞ്ഞിട്ടാണെന്ന് വിചാരിക്കുക. എന്നാലും നിങ്ങൾ ഏജൻസിനെ കോൺടാക്റ്റ് ചെയ്യേണ്ടത് 4 മാസം മുമ്പാണ്. എങ്കിലാണ് നമുക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള റിക്വയർഡ് ഇൻഫർമേഷൻ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി പറയാം, NCLEX-RN ഓസ്കി ലാംഗ്വേജ് ടെസ്റ്റ്, ഇതാണ് സിമ്പിൾ ആയിട്ട് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. 1 year ആണ് പ്രോസസ്സിംഗ് ടൈം എടുക്കുക. ഏകദേശം 8 to 8.5 lakhs ആണ് കോസ്റ്റും വരുന്നത്. രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ ഡസ്മ ഇൻ്റർനാഷണലിനെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ എക്സ്പേർട്ട് ടീം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആയിട്ട് മാത്രം ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.